ഈ സദസ്സിലിരിക്കുന്ന ഞാനും ഈ ഉസ്താദന്മാരും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള പാപവാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അറിവില്ലാതെ ചെയ്തു പോയതാണ് റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മുഖത്ത് മുഴുവനും തുപ്പലുകളും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ കടന്നു വരുന്ന നാലാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തഫല തിജാഹുൽ കിബില ജാ യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെന്നറിയുമോ? നാളെ പരലോകത്ത് മുഖത്ത് ഈ നെറ്റിത്തടം മുഴുവനും തുപ്പലുകൾ ചുമന്നുകൊണ്ട് വരുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അവരാരെന്നറിയുമോ? കിബിലിയുടെ നേരെ തുപ്പിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എങ്ങോട്ട് തുപ്പിയവര്? എങ്ങോട്ട് തുപ്പിയവര്? കിബിലിയുടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടില്ലേ? കിബിലിയുടെ നേരേക്ക് തുപ്പുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അത് നാളെ നെറ്റിത്തടത്തിൽ ഉണ്ടാകും. കിബില എന്ന് പറയുന്നത് ബഹുമാനിക്കേണ്ട ഒന്നാണ്, ആദരിക്കേണ്ട ഒന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കരിക്കുന്ന സമയത്തു മാത്രമല്ല കിബില. നമുക്കാകെ കിബിലയുമായിട്ടുള്ള ബന്ധം നിസ്കരിക്കുമ്പോൾ മാത്രം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് കിബിലയുമായിട്ടൊരു ബന്ധമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കിബിലയെ പരിഗണിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല. ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ. ഒതുവെടുത്തിട്ട് ദുആ ചെയ്യുമല്ലോ, എങ്ങോട്ട് നിന്നിട്ട് ദുആ ചെയ്യണ്ട? ഒതുവെടുത്തിട്ട് ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നിട്ട്? കിബിലയുടെ നേരെ നിന്നിട്ട് ദുആ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ദുനിയാവിലെ ഏകദേശമുള്ള കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോ കിബില കണ്ടുകൊണ്ടുറങ്ങണം. കിബില കാണുന്ന രീതിയിലാണ് നീ കിടന്നുറങ്ങേണ്ടത്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ കിബില കാണുന്ന രീതിയിലാണ് കിടത്തേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കിബിലയുടെ നേരെ വേണം കിടത്താൻ. കബറി കൊണ്ടുവച്ചാലോ? കബറി കൊണ്ടുവച്ചാലോ? മരിച്ച് കബറി കൊണ്ടുവെക്കുന്ന മയ്യത്തും കിബില കാണുന്ന രീതിയിൽ വേണം വെക്കാൻ. അതാണ് കിബിലയുമായിട്ടുള്ളൊരു ബന്ധം. കിബിലയുമായിട്ടുള്ളൊരു ബന്ധം. നമുക്ക് കിബിലയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കിബിലയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. കാല് നീട്ടിയിരിക്കുന്നത് കിബിലയുടെ നേരെ. പള്ളിയിൽ അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ വെട്ടിവെത്തോണ്ട് കാല് നീട്ടി പള്ളിയുടെ നേരെ ഇരിക്കുന്നവരുണ്ട്. കിബിലയുടെ നേരെ കാല് നീട്ടിയിട്ടിരിക്കുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ഇരിക്കരുത്. കിബിലയുടെ നേരെ കാല് നീട്ടാൻ പാടില്ല. അറിയില്ല നിനക്ക്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തെ ബഹുമാനിക്കണം, ആദരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ആ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയിട്ട് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിബിലയെ ആരെങ്കിലും ആദരിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പരിശുദ്ധമായ കഅബാലയത്തെ ആരെങ്കിലും ആദരിക്കുകയാണെങ്കിൽ, ബഹുമാനിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു. പണ്ടൊക്കെ ഉസ്താദന്മാര് പറയും ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണം. നാളെ പോകാം ഉസ്താദെ, കുറച്ച് കഴിയട്ടെ ഉസ്താദെ, കുറച്ച് കഴിയട്ടെ ഉസ്താദെ. ഇപ്പൊ പോകാൻ പറ്റുമോ? ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ? പോയവന്മാരൊക്കെ ഭാഗ്യവാന്മാര്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിബില ആദരിക്കണം. ആ കിബിലയുമായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും കിബിലയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. ഉണ്ടെങ്കിൽ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖുർആൻ ഓതുമ്പോൾ കിബിലയുടെ നേരെ നിന്ന് വേണം ഖുർആൻ ഓതാൻ. ഇരുന്നിട്ട് കിബിലയുടെ നേരെ ഇരുന്നിട്ട് വേണം ഖുർആൻ ഓതാൻ. ഒളുവെടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ കിബിലയുടെ നേരെ നിന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവർ, ബാങ്കിന്റെ ദുആയാണെങ്കിലും അതുപോലെ തന്നെ ഏത് കാര്യത്തിലും കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കണം.
എല്ലാ കാര്യങ്ങളും കിബിലയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കിയാൽ അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. എന്റെ ചെറുപ്പക്കാര് പഠിക്കണം. അങ്ങനെ സിദ്ദീഖ് ഉസ്താദ് നിസ്കരിക്കാനൊക്കെ എല്ലാവരും പള്ളി വരുമോ? അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന മരക്കാരൊന്നും അല്ലട്ടോ. ഇപ്പൊ എല്ലാം ഓന്റെ പറയുന്നത് കുറുപ്പ് കണ്ടവരൊക്കെ ഒന്ന് കൈ പൊക്കണ്ടപ്പ. എന്തിനാ ഞാൻ വെറുതെ ശശിയാവണത്? അള്ളാഹു കാക്കട്ടെ. എന്നിട്ട് നോക്കിക്കേ, ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനെ പെണ്ണുപോലും കിട്ടിയിട്ടില്ല, കല്യാണം പോലും കഴിക്കാത്ത സഹാബിയ. ഈ സഹാബിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു, തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, നീ മതം മാറി ഞങ്ങളുടെ കൂടെ തന്നെ പഴയതുപോലെ വരുമോ? നീ ഞങ്ങളുടെ കൂടെ നടന്നവനല്ലേ, നീ മുഹമ്മദിന്റെ കൂടെ കൂടിയതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് നീ മതം മാറിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന നീ പെണ്ണു പോലും കെട്ടിയിട്ടില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാം, നിന്നെ ഞങ്ങൾ ജീവനോടെ വിട്ടേക്കാം, പാടാ ഹുബൈബേ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, ഞാൻ വരൂല. ശത്രുക്കൾ ചോദിച്ചു, കൂട്ടുകാരനായതുകൊണ്ട് ചോദിച്ചു, നീ മതം ഒന്നും മാറണ്ട, ആ മുഹമ്മദിനെ ഒരു ചീത്ത പറഞ്ഞ വെറുതെ വിട്ടേക്കാം, ആ മുഹമ്മദിനെ എന്തെങ്കിലും മോശമായിട്ടൊരു വാക്കു പറഞ്ഞ നിന്നെ ഞങ്ങൾ കൊല്ലത്തില്ല, വിട്ടേക്കാം. ഞാൻ പറയൂലടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താടാ ഹുബൈബേ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരും. നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും. നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, സാധിപ്പിച്ചു തരും. ഹുബൈബ് തങ്ങൾ ചോദിച്ചു, എനിക്ക് അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കുമോ? എന്റെ അവസാനത്തെ ആഗ്രഹം എനിക്ക് കഅബാലയത്തിന്റെ നേരെ നിന്നിട്ട് നിസ്കരിക്കണം, 2 റക്അത്ത് സമ്മതിക്കുമോ? ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തുള്ളി ചാടി പോയി ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. പെട്ടെന്ന് നിസ്കാരം തീർത്തു, സലാം വീട്ടി പെട്ടെന്ന്. ചെറിയ സൂറത്താ ഓതിയെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറയാ, റബ്ബേ, എന്നും വലിയ സൂറത്ത് ഓതിയിട്ടാ നിസ്കരിക്കാറ്, ഇന്ന് ചെറുതായി പോയി റബ്ബേ, ഇന്ന് ചെറുതായി പോയി റബ്ബേ. ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല അല്ലാഹ്, എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവര് പറയും എനിക്ക് മരിക്കാൻ പേടിയായിട്ട് കടന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതാന്ന് പറയും. അതുകൊണ്ടാ അള്ളാഹിനോട് സംസാരിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എപ്പോഴാ സംസാരിക്കുന്ന? അള്ളാഹിനോട് നിസ്കരിക്കുമ്പോൾ. അതുകൊണ്ടാ പണ്ടത്തെ ഉപ്പാമാര് എന്തെങ്കിലും പ്രയാസം വന്ന, ദുഃഖം വന്ന പള്ളി വരും. ഹുബൈബ് തങ്ങളെ സുജൂദി കിടന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ പഠിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ ചിന്തിക്കുക. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിസ്കരിച്ചു, അല്ലാഹുവിനോട് പറഞ്ഞു. എന്നിട്ട് നേരെ പോയിട്ട് ഊട്ടി പോയതല്ല, കഴുകുമരത്തിന്റെ മുകളിൽ കയറി കഴുത്തിലേക്ക് കയറിട്ടു, കൈ രണ്ടും കെട്ടിവെച്ചു. എന്നിട്ട് കഴുത്തിൽ ഇങ്ങനെ കയറ് ചെറുതായിട്ട് മുറുക്കിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബേ, ഇനിയെങ്കിലും പറ, വല്ല മാറ്റമുണ്ടോ? ഇനിയെങ്കിലും നീ പറ, നിന്നെ കൊല്ലാൻ പോകുവാടാ, കഴുത്ത് മുറുക്കുന്നതാ, വല്ലതും പറ, നീ പിരിഞ്ഞു വരുവോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരത്തില്ല. അതാ ഈമാൻ. ശത്രുക്കൾക്ക് ദേഷ്യമായി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ കുന്തം കൊണ്ടുവന്ന് കുത്തി ഇറക്കിയിട്ട് ഇറച്ചി ഇങ്ങനെ ഊരിയെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്ത് കുന്തം കുത്തിക്കേറ്റിയിട്ട് അവിടെ നിന്ന് ഇറച്ചി ഇങ്ങനെ, ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കുക. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണൊന്ന് നിറഞ്ഞു. ശത്രുക്കൾ താഴെ നിന്നിട്ട് ഇങ്ങനെ കളിയാക്കി ചിരിക്കുക. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കളിയാക്കിയിട്ട് ചിരിക്കുകയാ. അവര് കളിയാക്കാൻ തുടങ്ങി. അതാ ഇന്നും അങ്ങനെ ഉണ്ടല്ലോ, പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമ്പോഴും വീഡിയോ പിടിക്കുന്ന മഹാന്മാരുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ കരയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഞാൻ പ്രതിഫലം പറയണോ? നിസ്കരിച്ചതിന്റെ പ്രതിഫലം പറയണോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, ഹുബൈബേ, നീ എന്തിനാ കരയണേ? നീ എന്തിനാ ഹുബൈബെ കരയണേ? നിന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ നിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ശത്രുക്കൾ മുഴുവനും. അതുകൊണ്ട് നീ വിളിച്ചു പറ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ പറഞ്ഞു കൊടുത്തു. ഏത് മലക്ക്? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് തന്നെ പറഞ്ഞു കൊടുത്തു, വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഉറക്കെ പറ, കേൾക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു. ശത്രുക്കളുടെ ഹൃദയം പിടച്ചു. അവർ അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തെള്ളിപ്പോയി ഷഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞപ്പോ ആ മലക്കു പറഞ്ഞു, ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കിയവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിക്കണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചിരിച്ചു കാണിച്ചു. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഹുബൈബ് തങ്ങളുടെ തല ഖിബിലയുടെ ഭാഗത്തേക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവര് തല പിടിച്ച് തിരിക്കാൻ നോക്കി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പിടിച്ചിട്ട് തിരിക്കാൻ നോക്കി. നീ ഖിബിലയുടെ നേരെ നിന്ന് ചാകണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹുബൈബ് തങ്ങളുടെ തല തിരിഞ്ഞില്ല. ഖിബിലയുടെ നേരെയാ തൂങ്ങിക്കിടന്നത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തൂങ്ങിക്കിടക്കുമ്പോഴും തല അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ തല പോലും അവിടെ നിന്ന് തിരിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടെന്നറിയുമോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചപ്പോ എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്. എന്നെ പിന്നെ പറഞ്ഞതെന്നറിയുമോ? എനിക്ക് അല്ലാഹുവിന്റെ കഅബയുടെ നേരെ നിന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണമെന്നാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഖിബിലയുടെ നേരെ കിടന്നിട്ടാ മരിച്ച. തൂക്കി കൊന്നപ്പോ പോലും അന്ന് ശത്രുപക്ഷത്ത് നിന്ന ഒരു സഹാബി പറയുകയാ, ഞാൻ മുസ്ലിം ആകാനുള്ള കാരണം ആ ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല, നിങ്ങൾ ചിന്തിക്ക്, ഇവിടത്തെ പള്ളിയിൽ ചിലരെയൊക്കെ വെള്ളിയാഴ്ച മയ്യത്തുകൊണ്ട് വരും കബറടക്കാൻ. പടച്ചോനെ, നിങ്ങൾക്ക് തന്നെ തോന്നി ഇവ എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഇവൻ ഇങ്ങനൊരു മരണം കിട്ടിയത്. പള്ളി കെട്ടിക്കൊടുത്തിട്ടില്ല, പണക്കാരനല്ല, ഒന്നുമില്ല, പാവപ്പെട്ടവൻ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവൻ. പക്ഷെ അവന്റെ മയ്യത്ത് ഈ പള്ളിയിൽ കൊണ്ടുവന്നപ്പോ പടച്ചവനെ എന്ത് ജനമാണെന്നറിയോ നമസ്കരിക്കാൻ. രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. എന്താ ഞങ്ങൾ ചിന്തിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം കിട്ടിയത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ ഉസ്താദെ, എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ, എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദെ. നീ കേട്ടെങ്കിൽ നിനക്ക് എന്നാ കിട്ടും ആമിന? എടി, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ച നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? നിനക്കൊന്നും കിട്ടൂല. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിച്ച അങ്ങാരി രക്ഷപ്പെട്ടു. നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടൂല. നിനക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ നീ അങ്ങനെ മരിച്ചു കാണിക്കുക. അതാ വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവർക്കൊക്കെ അല്ലാഹു ഈ പ്രതിഫലം കൊടുത്തതിന്റെ കാരണം അറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ നോക്ക്. ശത്രുക്കൾ പറഞ്ഞു, ഇവന്റെ മയ്യത്തടിക്കാൻ പോലും അനുവദിക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. തൂക്കിക്കൊന്ന ഹുബൈബിനെ ഇവിടെ തന്നെ കടത്തിട്ട് ഇവിടെ കടന്ന് അഴുകണം. ഇതെല്ലാവർക്കും മാതൃകയാ. ഇസ്ലാമിലേക്ക് പോകുന്ന ഓരോ മുസ്ലിമിനും മാതൃകയാ. ഇവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞ് മയ്യത്ത് പോലും അടിക്കാൻ പറ്റില്ല. നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് അങ്ങനെ മണിക്കൂറുകൾ, ഒരുപാട് സമയം അവിടെ കടന്നു, ദിവസങ്ങളോളം. അല്ലാഹുവേ, മുത്തുനബിക്ക് വലിയ സങ്കടമായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാ പോയിട്ടൊന്ന് കബറടക്കാം? ആരാ പോയിട്ട് കബറടക്ക? ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, ഞാൻ പോകാൻ നബിയെ. ആ സ്വഹാബി ഇങ്ങനെ ഈ ജനാസ അഴിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുക, കള്ളു കുടിക്കുക. എല്ലാരും കാവല് നിൽക്കുന്നവന്മാര് മുഴുവനും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്. ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ ഓടി വരുന്നുണ്ട്. ഈ ശത്രുക്കൾ, ഈ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ ഭാഗത്ത് വന്നിട്ട് ഈ പെണ്ണു പറഞ്ഞു, ഹുബൈബിന്റെ തല എവിടെ? ചോദിക്കാം, ഹുബൈബിന്റെ തല എവിടെ? അപ്പൊ ഈ ശത്രുക്കൾ ചോദിച്ചു, ഈ പുഴുത്ത് ചത്തു കിടക്കുന്നവന്റെ തല നിനക്ക് എന്തിനാ തല തരയണേ? ആ സമയത്ത് ഈ പെണ്ണു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്ക് ഹുബൈബിന്റെ തല വേണം. എന്തിനെന്നറിയോ? അവന്റെ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ഹുബൈബിന്റെ തലയോട്ടിക്കകത്ത് എനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ. ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടിക്കകത്ത് ഞാൻ കള്ളൊഴിച്ചു കുടിക്കുമെന്ന് ശപഥം ചെയ്തിട്ടാ ഞാൻ വന്നേ. എനിക്ക് ആരാ വെട്ടിത്തരുന്നത്? ഹുബൈബിന്റെ തല ആര് വെട്ടിത്തരുന്നോ അവന് ഞാൻ എന്റെ ശരീരം തരും. കാണിച്ചു കൊടുത്തവള്.
അവിടെ നിന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് ആര് വെട്ടിത്തരുന്നു അവന്റെ കൂടെ ഞാൻ കിടക്കും, ഞാൻ തയ്യാറാ. കയ്യിലിരുന്ന കള്ളിന്റെ പാത്രമെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ശത്രുക്കൾ ഓടുകയാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടിക്കൊണ്ടുവരാൻ. ഈ സ്വഹാബി ഒരു ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറി നടക്കുന്നത് കാണണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ സഹാബി മുകളിലെത്തിയപ്പോ കാണുന്ന രംഗം ഇവന്മാര് ജീവനും കൊണ്ട് ഓടുക 4 ഭാഗത്തേക്ക്. എന്തേന്നൊന്നും മനസ്സിലായില്ല, എന്തേ നടന്നതെന്ന് മനസ്സിലായില്ല, എല്ലാരും ഓടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മണിക്കൂറുകൾക്ക് ഒരുപാട് സമയം കഴിഞ്ഞു, ഒന്നും കാണുന്നില്ല. സഹാബി മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് കെട്ടിത്തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെന്നപ്പോ ജനാസ പോലും കാണുന്നില്ല. സഹാബിക്ക് വലിയ വിഷമമായി. ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ഓടുകയാ. നബിയേ, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു, നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് സ്വഹാബി ചെന്നിട്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഖബറടക്കി സഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി. ആരാ ഖബറടക്കിയതെന്നറിയുമോ? 5 നേരം നിസ്കരിക്കുന്ന ഉപ്പമാരേ, ഉമ്മമാരേ, നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളിയിൽ കാലുകുത്താൻ പോലും സ്ഥലമില്ല ഉമ്മ. നിന്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വല്ലാത്ത തിരക്കാണ് ഉമ്മ. അതാ പെണ്ണുങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നപ്പോ വീടിനകത്തിരുന്ന് നിസ്കരിച്ചവളാട് പാതിരാത്രി പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ 4:30 എഴുന്നേറ്റ് പൊതുവെടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കാമെന്നത് വെറുതെയല്ല വാപ്പാ. നിന്റെ ജനാസ ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ പള്ളി നിറഞ്ഞിരിക്കുകയാ. കാരണം എന്തെന്നറിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കാരണമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നത് കൊണ്ടല്ല, പ്രതിപക്ഷ നേതാവ് വരുന്നത് കാരണമല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? പിന്നെ ആരാ വരുന്നതെന്നറിയുമോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം കാണാത്ത, പാപം പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ വരും വാപ്പാ നിന്റെ മയ്യത്തടക്കാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മലക്കു വരുമടാ നിന്റെ മയ്യത്ത് ഖബറടക്കാൻ. എന്റെ ഉമ്മമാരേ, നിന്റെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ചരിത്രമാ പറയുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സ്വഹാബി ചോദിക്കുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉബൈബിനെ ആരാ ഖബറടക്കിയത്? ഉബൈബിനെ ആരാണ് ഖബറടക്കിയത്? മലക്കുകൾ ഖബറടക്കി സ്വഹാബ, മലക്കുകളാണ് ഖബറടക്കിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഖിബിലയെ നിങ്ങൾ മറന്നു പോകരുത്, ഖിബിലയെ നിങ്ങൾ ആദരിക്കട്, ഖിബിലയെ നിങ്ങൾ ബഹുമാനിക്കട്. ഖിബിലയുടെ നേരെ നിങ്ങൾ തുപ്പല്ലേ, ഖിബിലയുടെ നേരെ നിങ്ങൾ തുപ്പിയാ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമാ തുപ്പല് അല്ലാഹു നിന്റെ നെറ്റിത്തടത്തിൽ കൊണ്ടുവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചിട്ട് ദുആ ചെയ്തുകൊണ്ട് പിരിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 4 നന്മകളാണ് പഠിച്ചത്. അഹങ്കാരം വേണ്ട, ഒരു കടുകുമണിയുടെ അളവ് പോലും നിനക്ക് അഹങ്കാരം വേണ്ട. നീ അല്ലാഹുവിന്റെ അടിമയാ,
നീ അള്ളാന്റെ അടിമയാ, അള്ള നിന്റെ യജമാനനാ. അഹങ്കരിക്കാനുള്ള അവകാശം അള്ളാഹുവിനേ ഉള്ളൂ. ഈ ലോകത്ത് ഒരുത്തനും അഹങ്കരിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ പലരും അഹങ്കരിച്ചതിന്റെ ഭവിഷ്യത്താ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വതം ഞങ്ങളുടെ കൈകീഴിലാണ്, ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചോ, ഞങ്ങളാണ് വലിയവരെന്ന് പറഞ്ഞ പലരും ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നു. പടച്ചവനെ, കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നപ്പോ എല്ലാവരും വിറച്ചില്ലേ? ഇന്നും സമാധാനമില്ലല്ലോ, ഇന്നും സമാധാനമില്ലല്ലോ. മരുന്ന് പോലും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ലാഹു ഒരു ചെറിയ വൈറസിനെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യന്മാരെയും അല്ലാഹു പീഡിപ്പിച്ചില്ലേ? എന്റെ മുന്നിലൊന്നും നീയൊന്നും ആരുമല്ലടാ എന്ന് റബ്ബ് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അഹങ്കരിക്കല്ലേ, നിങ്ങൾ അഹങ്കാരം കാണിക്കല്ലേ. അല്ലാഹുവിന്റെ അടിമകളെ പോലെ ഈ ഭൂമിയുടെ മുകളിലൂടെ നിങ്ങൾ നടക്കണേ, അഹങ്കാരിയെ പോലെ നടക്കരുത്. നടന്നാ റബ്ബ് നിന്നെ വെറുതെ വിടില്ല. രണ്ട്, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നീ ഒരിക്കലും പിഴവ് വരുത്തരുത്. നീ അറിഞ്ഞുകൊണ്ട് പടച്ചവനെ നീ അതിൽ വീഴ്ച വരുത്തരുത്. വരുത്തിക്കഴിഞ്ഞാ നീ വലിയ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്തെ കാര്യം, രണ്ട് മുഖം വേണ്ട. മറ്റുള്ളവന്റെ രഹസ്യവുമായി നിന്റെ അടുത്ത് വരുന്നവരെ നീ സൂക്ഷിച്ചോ. ഇതുപോലെ നിന്റെ രഹസ്യവുമായി മറ്റുള്ളവന്റെ അടുത്ത് പോകാൻ ഇവന് കഴിയുന്നവനാ. ഇവിടെ പറയും, ഇവിടെ ഉള്ളത് അവിടെ പറയും. ഇവൻ തമ്മിലടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ നീ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പറഞ്ഞിട്ട് രക്ഷപ്പെട്ടോ. ഇല്ലെങ്കിൽ നീ അവന്റെ കൂടെ കൂടിയവനാണ്. രണ്ട് മുഖം വേണ്ട. മൂന്ന്, നാലാമതായിട്ട് മുത്തുനബി പറയുകയാ, കിബിലയുടെ നേരെ തുപ്പല്ലേ, കിബിലയുടെ നേരെ തുപ്പല്ലേ, അത് നിനക്ക് നാശമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വഅദ തീർന്നു, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, ഒരുപാട് വയസ്സുള്ളവരുണ്ടല്ലോ, ഒരുപാട് രോഗമുള്ളവരുണ്ടല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കൊരു ധാരണയുണ്ട്, ക്യാൻസർ ഉള്ളവര് മാത്രമേ മരിക്കൂ, മാരക രോഗം വന്നവര് മാത്രമേ മരിക്കൂ. എനിക്കൊരു രോഗവുമില്ലല്ലോ. എടാ തു അമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. നമുക്കൊരു തോന്നലുണ്ട്, എനിക്ക് രോഗം വല്ല ഒന്നുമില്ലല്ലോ, ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല. എടാ, ഒരു രോഗവുമില്ലാത്തവന്റെ മയ്യത്ത് നീ തന്നെ കൊണ്ട് കബറടക്കിയിട്ടില്ലേ? ഒരു രോഗവുമില്ലായിരുന്ന എത്രയോ പേരുടെ മയ്യത്ത് നീ കബറടക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലേ ഉമ്മ മയ്യത്ത്? എന്തേ നീ മനസ്സിലാക്കാത്ത? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.